എല്ലാവർക്കും സ്വാഗതം. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ആദ്യമായി UDFിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ചന്ദ്രൻ തില്ലങ്കേരി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ കഴിഞ്ഞ തവണ KK ശൈലജ ടീച്ചർ 60,963 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലമാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ തില്ലങ്കേരിയെ ആദ്യം തന്നെ എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. ചന്ദ്രേട്ട, എങ്ങനെയാണ് മട്ടന്നൂർ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കാണുന്നത്? മട്ടന്നൂർ മണ്ഡലം എൻ്റെ ജന്മനാടാണ്. ഈ നാട്ടിലെ ആരെയും എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ചന്ദ്രൻ തില്ലങ്കേരി ഈ നാടിനു വേണ്ടി, മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. വർദ്ധിത ആവേശത്തോടു കൂടിയാണ് UDFിൻ്റെ പ്രവർത്തകന്മാർ മട്ടന്നൂർ തിരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ വേണ്ടി പോകുന്നത്. പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോരാട്ടം നയിച്ചിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടി മട്ടന്നൂരടക്കം വിജയത്തിലെത്തിച്ചാൽ സാധിക്കുമെന്ന വിശ്വാസം ഈ നാട്ടിലെ ഐക്യമുന്നണി പ്രവർത്തകർക്ക് മാത്രമല്ല, സാധാരണ ജനവിഭാഗത്തിനും ഉണ്ടായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളുമെല്ലാം ഒരുപക്ഷെ CPMൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയം നേടാൻ സാധിച്ചതെങ്കിൽ മട്ടന്നൂർ UDFിന് ബാലികേറ മലയല്ല. കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ, നിയമസഭ ഒഴികെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്താൻ പറ്റുന്നതാണ്, നല്ല വിജയമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അട്ടിമറി വിജയം മട്ടന്നൂരിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ DYFI സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള സനോജാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ വലിയൊരു ഒന്നാം ഘട്ടം തന്നെ അവരുടെ പ്രചാരണം കഴിഞ്ഞു. അതിനുശേഷമാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി വരുന്നത്. പ്രചരണത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് നടക്കുന്നു. ഞങ്ങളുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ, UDFിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നാം ഘട്ടം ഏറെക്കുറെ കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല അല്ലെങ്കിൽ പ്രഖ്യാപിച്ചില്ല എന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ചേർക്കുന്ന പരിപാടികളും UDFിൻ്റെ കൺവെൻഷനുകൾ, പഞ്ചായത്ത് തല കൺവെൻഷനുകളും യോഗങ്ങളും ബൂത്ത് തല കൺവെൻഷനുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ UDFിൻ്റെ മട്ടന്നൂരിലെ നേതാക്കന്മാർ കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തനം നടത്തി അടുക്കും ചുറ്റോടും കൂടി മുന്നോട്ട് പോവാണ്. ഇനിയൊരു സാങ്കേതികത്വത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഇനി വളരെ ശക്തമായ രീതിയിൽ മട്ടന്നൂർ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതാണ് UDF വലിയ പ്രതീക്ഷയിലാണുള്ളത്. സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നതിൻ്റെ ആഹ്ലാദം കോൺഗ്രസ് ഓഫീസിൽ നിങ്ങളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകും. അത്രമേൽ അഭിവാദ്യങ്ങൾ 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 തില്ലങ്കേരിക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ാണ് UDF കേന്ദ്രമുള്ളത്. ഇനി ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് വിജയാശംസകൾ നേരെയാന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ചന്ദ്രൻ തില്ലങ്കേരിക്ക് എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കാണാം. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ്. പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.